നല്ലൊരു വിളിപ്പുറത്ത് വരും. ഏത് രാത്രി വിളിച്ചാലും പുള്ളി വീട്ടിൽ വരും. മോശം രാത്രി വിളിച്ചാലും പറഞ്ഞു വൈകുന്നേരം വിളിച്ചാലും വരും. പാർലമെന്റ് election is 100%. is 100%. Win the match. Win the match. Today. Yesterday. Friday. ടോപ്പിക്ക് നമുക്ക് വിടാം. അതെ, നമ്മൾ ആരാണെന്ന് എന്താണെന്നും എല്ലാവർക്കും മനസ്സിലായ സ്ഥിതിക്ക് കാര്യത്തിലേക്ക് വരാം. താനാരാ? സേനാപതി. വാ, ബാക്കിലേക്ക് പോവാം. എന്തിനാ? തേങ്ങാപുതി എന്ന് പറഞ്ഞു. മുത്തച്ഛനെ വെറുതെ കളിയാക്കരുത്. എന്താ കളിയാക്കിയാൽ? എന്റെ മുത്തച്ഛൻ ടിപ്പുവിനെ വരെ യുദ്ധത്തിന് വെല്ലുവിളിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ ആരും ഇതിനെപ്പറ്റി കേട്ടിട്ടില്ലല്ലോ. ടിപ്പു പോലും ഇത് കേട്ടിട്ടില്ല, പിന്നെങ്ങനെ നിങ്ങൾ കേൾക്കാനാ? അത് ശരി. എന്നാ ഒരു കാര്യം ചെയ്യും, എനിക്ക് കുറച്ച് ഫ്രീധനം മേടിച്ചു തരാമോ? എടാ കിഴങ്ങ, ഫ്രീധനമല്ല സ്ത്രീധനം. എന്നാ ഫ്രീ ആയിട്ട് കിട്ടുന്നല്ലോ, അതുകൊണ്ടാ ഫ്രീധനം എന്ന് പറയാം. ഇതെവിടെ വെക്കണം സാർ? എന്റെ നെഞ്ചത്ത് പോയി. അതാകുമ്പോ എളുപ്പം നടത്ത് കഴിക്കാലോ. അവിടെ കൊണ്ട് വേണോ? ഇവിടെ സംഗീതം അനുവദിക്കൂ, മനസ്സിൻ മന്ത്രങ്ങൾ സ്വീകരിക്കൂ. റോഡ് ഫസ്റ്റ് നിന്റെ കണ്ടപ്പോഴേ ഞാൻ ലാസ്റ്റ് വാണിംഗ് തന്നാണ്. ഈ പാട്ടയും കൊണ്ട് റോഡിലേക്ക് തെണ്ടാൻ ഇറങ്ങരുത്. സുന്ദരാ, നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ സുന്ദരനാണെന്ന്. സാറിനല്ല, ഞാൻ വേറെ ആളെ വിളിച്ചതാ. ഇവിടെ സംഗീതം അനുവദിക്കൂ, മനസ്സിൻ മന്ത്രങ്ങൾ സ്വീകരിക്കൂ. ആ ചേട്ടാ, തോണ്ട് ആരാണ്ട് തുലാഭാരം നടത്തിയതിന്റെയാന്ന് ബാക്കിയാന്ന് തോന്നുന്നു. 4 ഉണ്ടോ നടപ്പന്തരി കിടക്കുന്നു. ആ ചെന്ന് കേറിക്കൊടു, അത് ആനപ്പിണ്ടവാ. എന്താ മിസ്റ്റർ ഉണ്ണികൃഷ്ണന് ജോലി? ജോലി ഇതിനിങ്ങനെ മെച്ചെടുക്കാന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ ജോലി. ഈ വണ്ടി കുറച്ചൊക്കെ ഓൾട്ടർ ചെയ്തിട്ട് ഒരു മൊബൈൽ ഹെറിറ്റേജ് റെസ്റ്റോറന്റ് ആക്കി മാറ്റിയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ? നല്ലതരം നാടൻ ഭക്ഷണങ്ങൾ ലഭിക്കുന്ന ചലിക്കുന്ന ഭക്ഷണശാല. അതായത് കണ്ണും പൂട്ടി പറഞ്ഞാൽ തട്ടുകട. നിങ്ങൾ മാങ്ങയൊന്നും കൊണ്ടുവന്നില്ലെന്ന്? മക്കളെ, നിനക്ക് മാങ്ങ പറിക്കാൻ വേണ്ടിട്ട് ഞാൻ അപ്പുറത്തെ ഡക്ലസിന്റെ വീട്ടിൽ പോയിട്ടാ. അപ്പോഴാണെങ്കിൽ എന്നെ പട്ടി ഓടിച്ച്. അതിന് ഡക്ലസ് അണ്ണന്റെ വീട്ടിൽ പട്ടിയില്ലല്ലേ? അവൻ തന്നെ അവിടുത്തെ പട്ടി. അകലെ ചേലോലും നിറമറകൾ, ഉയരും മംഗല്യ മധുമൊഴികൾ. അകലെ ചേലോലും നിറമറകൾ, ഉയരും മംഗല്യ മധുമൊഴി. പഠിക്കുന്ന കുട്ടി അവിടെ പ്രൊബേഷണറായിട്ട് കേരളത്തിൽ നിന്നും വന്ന ഒരു മാന്യ പിശാച് എന്ന് പറയുന്നതാണ് ശരി. അതെ, ആ മാന്യ പിശാച് അവളെ വളച്ചെടുത്ത് ഗർഭിണിയാക്കി. നിങ്ങളെന്ത് പ്രാന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. വസുന്ധര എന്ന കുട്ടിയെ പഴപ്പിച്ച് ഗർഭിണിയാക്കി ആ മാന്യ പിശാച് മുങ്ങുന്നു. അവിടെ ഒരു ജാരസന്തതി പിറക്കുന്നു. ജാരസന്തതി അമ്മയും പെങ്ങന്മാരും ഇല്ലടാ. ഇറങ്ങിയിരിക്കുന്ന തന്റെ മക്കളും ചെറ്റ പൊക്കാൻ. இப்படியா டீசெண்டா வாக் பண்ணிட்டு இருக்கும் போது
ഇവ വന്ന് എന്നെ പാത്ത് വഴി മാറാൻ ഞൊണ്ടീന്ന് കൂപ്പിട്ടിருக்காப்ல. എടോ പാണ്ടി തന്നെ ഞൊണ്ടി നല്ലത് പിന്നെ എന്തെന്ന് വിളിക്കാനാ? എന്നാ சொன்னே? നിന്റെ അപ്പന്റെ അത്ത് നിന്ന് ഉമ്മാരിടിച്ച് പൊളിച്ചത്. പാമ്പൻ പാലം തകർന്നിട്ട് ശരിയാക്കുന്നു സാർ. അത് വെച്ച് നോക്കുമ്പോ സാറിന്റെ മൂക്കിന്റെ പാലം ലിഫ്റ്റ് തന്നേനെ താങ്ക്സ്. ചായ കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. അല്ല എനിക്കെന്തെങ്കിലും തന്നിരുന്നെങ്കിൽ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലേ, ഗിഫ്റ്റ് ആയിട്ട് തന്നാലും മതി. ഒന്ന്